കുറച്ചു മുമ്പ് വരെ ഇത് ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ ഇത് ചന്തയായി. തന്റെ പെണ്ണുപിള്ളെ പ്രസവിക്കാൻ കൊണ്ടുവന്നിട്ട് ആളെവിടെ? ഇന്നലെ ഞാൻ ഇവിടെ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കയറ്റിയതല്ലേ, ഇനി ഞാൻ പ്രസവിപ്പിക്കാൻ ആളെ കൊണ്ടുവരണോ? ഭാര്യയെ കൊണ്ടുവന്നാ പോരെ? എന്തോ ഒരു കഷ്ടമാന്ന് പറഞ്ഞ. തന്റെ പെണ്ണുപിള്ളയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ അവർക്ക് O പോസിറ്റീവ് ബ്ലഡ് വേണം, അതിന് ആളെവിടെ? അയ്യോ, അതിനല്ലേ സിറ്റതേ ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടത്. അയ്യോ, തന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും തന്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ മാച്ചല്ല. എന്തുകൊണ്ട് മാച്ചല്ല? തന്റെ സുഹൃത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്, തന്റെ ഭാര്യയ്ക്ക് വേണ്ടത് O പോസിറ്റീവ് ആണ്. എങ്ങനെ മാച്ചാവും? സിസ്റ്റർ ഒന്ന് സഹകരിച്ച് നമുക്ക് ക്ലിയർ ആക്കാവുന്ന കേസേ ഉള്ളൂ. എന്തോന്ന്? എന്റെ ഭാര്യയ്ക്ക് O പോസിറ്റീവ് ബ്ലഡിലേ വേണ്ടത്, എന്റെ സുഹൃത്തിന്റെ O നെഗറ്റീവ്. ഈ നെഗറ്റീവ് ഒരു വരയിട്ടങ്ങ് പോസിറ്റീവ് ആക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാർ. അയ്യോ, ഇതൊക്കെ പോസിറ്റീവായി ചിന്തിക്കൂ സിസ്റ്റർ, പോസിറ്റീവായി ചിന്തിക്കൂ. ഞാനിത് ആരോടാ പറയുന്നേ? അപ്പൊ എന്നോടല്ലേ പറഞ്ഞത്? അപ്പൊ സിസ്റ്ററിന് കോങ്കണ്ണാണല്ലേ? എന്നോടാണ് പറഞ്ഞത്. മര്യാദയില്ലാത്ത മനുഷ്യനെ എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? സർക്കാർ ആശുപത്രി എന്തോ പറയാമെന്നാണോ? മൂക്കിന്റെ അറ്റത്താണല്ലോ ശുണ്ടി. ഈ ശുണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഈ മൂക്കിന്റെ അടുത്ത് നീ കറുത്തിരിക്കുന്നതാണോ ശുണ്ടി? മൂക്കിന്റെ അടുത്ത് കറുത്തിരിക്കുന്ന എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ സിസ്റ്ററെ, എന്റെ ബ്ലഡ് അങ്ങനത്തെ കൊടുത്താൽ നമുക്ക്. ഇവിടെ തന്റെ ബ്ലഡും തന്റെ ഭാര്യയുടെ ബ്ലഡും തമ്മിൽ മാച്ചല്ലടോ. ഈ 15 വർഷമായിട്ട് അവൾ എന്റെ ചോര കുടിച്ച് ആ രക്തരക്ഷസ് എങ്ങനെ പിന്നെ എന്റെ ബ്ലഡ് മാച്ചല്ലാതാവുമെന്നാണ് ഈ പറയുന്നത്? മാച്ചാകും, എന്റെ ബ്ലഡ് മാച്ചാകും. അയ്യോ, ആണ്. നിന്റേതും മാച്ചാണ്, നീ കൊണ്ടുവന്ന കൂട്ടുകാരന്റേതും മാച്ചാണ്, ഈ ലോകത്തുള്ള എല്ലാവരെയും നിന്റെ പെണ്ണുപിള്ളക്ക് മാച്ചാണ്. സമ്മതിച്ച്. അയ്യോ, എന്റെ തോൽവിയേ. പാട്ട് പാടുന്നവനാണോ പ്രസവ വേദന, അതോ ഈ ഗർഭിണി പെണ്ണിനാണോ? വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെക്കൻ എന്നെ 4 ചവിട്ട് കേട്ടോ. ചെറുക്കനാണങ്ങ് തീരുമാനിച്ചോ? തക്കടി മോളെ, പഞ്ചാര മോളെ, നീ എന്താ എന്നെ ചവിട്ടുന്നെ? നിങ്ങളല്ലേ ഇതിന് കാരണക്കാരൻ. അപ്പൊ എനിക്ക് കിട്ടിയ 4 ചവിട്ടിന്റെ പകുതി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. എന്നാലുവേ ആലോചിച്ച് നോക്കി, എന്നാ വയറല്ലേ ഇത്, മെനകേടാ. എനിക്ക് വേദനയാ, ഭയങ്കര വേദനയാണ്. അത് ഗ്യാസിന്റെ ആണെന്നാ തോന്നുന്നേ. ഗ്യാസിന്റെ അല്ല, ജോസിന്റെ. എന്റെ അന്ന് ഞാൻ ജോസിന്റെ ആണ്. കീരിക്കാടൻ ജോസ് ഒന്നും അല്ലല്ലോ, നെഞ്ചിടിച്ച് പറിക്കുന്നാണ്ടാ തോന്നുന്നു. കീരിക്കാടൻ ജോസിന്റെ ആണ്. സിസ്റ്ററെ, എനിക്ക് സിസേറിയൻ വേണ്ട, സുഖപ്രസവം മതി. അതെന്തിനു പറച്ചിലാ പറയുന്ന? സർക്കാർ ആശുപത്രി വരുമ്പോ എല്ലാരെയും പറച്ചില് സിസേറിയൻ വേണ്ട, സുഖപ്രസവം മതി. എന്നാ വീട്ടിൽ മെയ്യാണെങ്കിൽ വല്ല പണി ചെയ്യോ? ഇതൊക്കെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യോ? നീയൊക്കെ ചെയ്യത്തില്ല. വീട്ടില് തുണി അലക്കണമെങ്കിൽ ഉടനെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, പിന്നെ അരക്കണമെങ്കിലോ ഗ്രൈൻഡർ ഉണ്ടല്ലോ, മീൻ വെട്ടണമെങ്കിലോ ഞങ്ങൾ ഭർത്താക്കന്മാരുണ്ടല്ലോ. മേലാണെങ്കിൽ ഇതുങ്ങളൊന്നും പണി ചെയ്യത്തില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. സിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ അമ്മ അങ്ങനെയുള്ള സ്ഥിതി അല്ലായിരുന്നു. എന്റെ അമ്മ എന്നെ പ്രസവിച്ച എവിടെയെന്നറിയോ? കിണറ്റിനകത്താ. അല്ല, മാക്രിയാർന്ന പ്രസവിച്ചത്. അല്ല, ചേട്ടൻ കഥ പറ. കഥയോ? മാക്രി കഥ. ഇതുള്ള കഥയാണ്. അതെ, ഞാൻ പറയാം. എന്റെ അമ്മ ഒരു കിണർ പണിക്കാരിയായിരുന്നു. അങ്ങനെ ഒരു കിണർ പണിക്കിടയ്ക്ക് അവിടെ വെച്ച് അങ്ങ് പ്രസവിച്ചു. എന്നിട്ട് മേലിലേക്ക് ഒരു വോയിസ് ഓവർ, അടുത്ത കുട്ടയിൽ വരുന്നത് മണ്ണല്ല, ഒരു കുഞ്ഞാണ്, അതിനെ അവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കൂ, ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ എടുത്തോണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. ഈ മേളിൽ നിന്ന് ഈ കയറ് വലിച്ചവന്മാര് എന്റെ അമ്മയ്ക്കും എനിക്ക് ഇട്ടും പണിഞ്ഞു. യുവമാരത് എന്നെ കൊണ്ട് ആ വെയിലത്ത് കൊണ്ടുവച്ചു. ആ വെയിലത്ത് കൊണ്ടുവച്ചത് കാരണം സൂര്യരശ്മിയായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ എന്റെ ശരീരം മുഴുവൻ, അന്ന് തുണിയില്ലായിരുന്നല്ലോ, ദേഹം മൊത്തം പതിച്ചു. അങ്ങനെ ഞാൻ കരിമ്പനടിച്ചു, കറുമ്പനായി പോയി. അതേസമയം ഇവര് എന്നെ കൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലെങ്ങാനും വെച്ചിരുന്നെങ്കിൽ കാക്ക തൂറി നശിപ്പിച്ചേനെ. എന്റെ പൊണ്ണ കച്ചേ, ഇവന്റെ പുളുകഥ കേട്ടോണ്ട് ഇതാ നിന്ന് ഇപ്പൊ പെറ്റുപോ. നീ ഇങ്ങോട്ട് വന്നേ, വാ.